എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തുടക്കക്കാരി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണും. അപ്പൊ കുറെ കാലമായിട്ട് ഇത് എങ്ങനെ പഠിക്കണം എന്നറിയാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. ചിലരൊക്കെ റാങ്ക് ഫയൽ വാങ്ങി വെച്ചിട്ട് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാൻ ശ്രമിച്ചവരുണ്ടാവും. എന്നിട്ട് എങ്ങും എത്താതെ അത് അടച്ചു വെച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോ നല്ലൊരു ജോലി സ്വപ്നം കണ്ടിട്ട് PSC പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന മെസ്സേജുകളാണ് ഇതെല്ലാം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോ തുടക്കം ആദ്യമായിട്ട് എഴുതുന്നവരും ഇതുവരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പഠിച്ചു, പക്ഷെ ഒരു ഓർഡർ ആയിട്ടില്ല, ഇനിയും എവിടെയൊക്കെയോ കണ്ടിന്യൂവേഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക അവസാനം വരെ. അപ്പോ നമ്മൾ ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? ഇതിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകണം. അതാണ് നമ്മൾ അവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചതെല്ലാം മറന്നുപോകും. അല്ലെങ്കിൽ ഒരു പരീക്ഷ അടുത്ത ഡിസംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷയാണെങ്കിൽ ഒക്ടോബറോട് കൂടി എല്ലാം പഠിച്ചു തീർത്തു, നവംബർ വെറുതെ ഇരുന്നു, കാര്യമായിട്ടൊന്നും പഠിച്ചില്ല എങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുപോകും. നമ്മൾ സ്ഥിരമായിട്ട് നല്ല ഉത്സാഹത്തോടു കൂടി പരീക്ഷ കഴിയുന്നവരെ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇടയ്ക്ക് വെച്ച് നിർത്തി അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ നോക്കി എല്ലാ ഭാഗങ്ങൾക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യണം. അതാണ് ഒരു PSC പരീക്ഷ എഴുതുന്ന ഒരു ആസ്പിരന്റിന് വേണ്ട ആദ്യത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഇട്ടിട്ട് പോകരുത്. അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് വന്നാലും, എന്തൊക്കെ ആയാലും, എന്തൊക്കെ സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യം ഇതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ള ഒരു ധാരണയുണ്ടാകണം. ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യത മാത്രം, അതായത് 10ാം ക്ലാസ്സും +2 മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LGS പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കാം, അല്ലെ? ഡിഗ്രി ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് LDC, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ, യൂണിഫോം പോസ്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന പരീക്ഷ ഏതാണെന്ന് നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി വരാൻ പോകുന്ന പരീക്ഷകളുടെ തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ തുടങ്ങാം. അപ്പൊ അവിടെ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? സിലബസ് ആണ്. അപ്പോ ഇനി വരാനിരിക്കുന്ന ഒരു പരീക്ഷ ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ചിട്ടാണ് എങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്, അല്ലെ? ഇനി 10th ലെവൽ ആണ് എങ്കിൽ ഇനി 2025 വരാനിരിക്കുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകളൊക്കെ. ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ പല പരീക്ഷകൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അത് പോട്ടെ, അത് ഓൾറെഡി അപ്ലൈ ചെയ്ത് പോയല്ലോ. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വരാനാണ് ഞാൻ പറയുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെയുള്ള 10th ക്വാളിഫിക്കേഷനിലുള്ള പല പരീക്ഷകളും 2025 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ ആ പരീക്ഷയ്ക്കായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഏതായിരിക്കും? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരിക്കും, അല്ലെ? അപ്പൊ ഏതൊരു പരീക്ഷയായിക്കോട്ടെ, നിങ്ങൾ ബിഗ്നർ ആണ്, ഒട്ടും തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ സിലബസ്, എങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷ നടക്കുന്നത്? പ്രിലിംസ് ഉണ്ടോ, മെയിൻസ് ഉണ്ടോ, ഇന്റർവ്യൂ ഉണ്ടോ? ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം പ്രിലിംസും മെയിൻസ് 2 പേപ്പറും അതുപോലെ തന്നെ ഇന്റർവ്യൂവും ഉണ്ട്. അപ്പോൾ ഏതൊരു പരീക്ഷയായിരിക്കും, നിങ്ങൾ ടീച്ചർ ആവാനുള്ള പരീക്ഷയാണ്, HSAയോ HSSTയോ LP UP JLT ഏതോ ആകട്ടെ, അത് ഏത് തന്നെ ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്, ഏത് ഭാഷയിലാണ്, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ചോദ്യങ്ങൾ ഉണ്ടാകുക, ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് വീതമുണ്ട്. അതായത് ഒരുവിധ എല്ലാ സിലബസും നമുക്ക് ഏകദേശമൊക്കെ അറിയാം, അല്ലെ? ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം 2 പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ. എന്നാലും പ്രിലിംസിന്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അല്ലെ? പ്രിലിംസിന് കാര്യമായ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പൊ സിലബസിനെ നല്ല രീതിയിൽ ആദ്യം തന്നെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് പഠിച്ചു തുടങ്ങണം.
ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ്, നിങ്ങൾക്ക് ഒരു പരീക്ഷ പോലും നിങ്ങൾക്ക് എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2021 മുതൽ 21, 22, 23, 24 കുറേ പ്രിലിംസ്, 10th പ്രിലിംസുകളൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ? 24 പ്രിലിംസ് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ 10th ലെവലിലൊക്കെ ആയിട്ട് 10th ലെവൽ അല്ലെങ്കിൽ LGS ലെവലില് LDCയുടെ മെയിൻ എക്സാമുകൾ, അങ്ങനെ ഒരുപാട് എക്സാമുകൾ നടന്നിട്ടുണ്ട് 2021 മുതൽ. 2021 മുതൽ ഞാൻ എടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ കാര്യമായ പാറ്റേൺ ചേഞ്ച് ഒക്കെ വന്നതും പ്രിലിംസ് വന്നതൊക്കെ ഈ 2021 മുതലാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിംസിന്റെയും അതുപോലെ 10th ലെവലിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ആദ്യം എഴുതി നോക്കുക. ആ എഴുതി നോക്കി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എഴുതുക അല്ലെങ്കിൽ പഠിക്കുക, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അതിപ്പോ നമുക്ക് റാങ്ക് ഫയലുകളൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും അല്ലെ? 2021 മുതലുള്ള പ്രിലിംസിന്റെ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അതില് ഒരു ചോദ്യം, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിലൊരെണ്ണമായിരിക്കും ഉത്തരം അല്ലെ? ബാക്കി 3 എന്തുകൊണ്ട് ഉത്തരമായില്ല. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് പഠിക്കുക. അങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു പോവുക. അവിടെ GK കുറച്ചുകൂടെ അപ്പൊ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്താ, കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ കണക്ടിങ് ഫാക്റ്റുകൾ പഠിച്ചതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ ഉഷാറായിട്ട് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ എഴുതാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ ഒരു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് മെയിൻ എക്സാമുകളുടെ എടുക്കുക എന്നുള്ളതല്ല. ഏതിന്റെ ഡിഗ്രി ലെവൽ എക്സാമുകളാവുമ്പോൾ SIക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ SIയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം പഠിക്കാന്നല്ല ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ 10th ലെവലിന്റെ പ്രിലിംസും മെയിൻസും ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് പഠിച്ച് തുടങ്ങുക. അങ്ങനെ നമ്മളൊരു 10-40 ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്, ഏത് സബ്ജക്റ്റാണ് എനിക്ക് ടഫായിട്ട് തോന്നുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതായത് എൻ്റെ വീക്ക് സബ്ജക്റ്റും സ്ട്രോങ് സബ്ജക്റ്റും ഏതാണെന്ന്. അതായത് ഇപ്പൊ പ്രിലിംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ഇംഗ്ലീഷും മലയാളവും ഇല്ല. പക്ഷെ മെയിൻ എക്സാമിലേക്ക് വരുമ്പോഴാണ് മലയാളം ഇംഗ്ലീഷും വരുന്നത്. ഇപ്പൊ LDCയുടെ ഒക്കെ മെയിൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇംഗ്ലീഷും മലയാളവും ഒക്കെ നിങ്ങൾ എഴുതി നോക്കും. അപ്പൊ ഏതാണോ നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റും സ്ട്രോങ് സബ്ജക്റ്റും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ചിലർക്ക് മാത്സ് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും മാത്സ് 10 മാർക്ക് കണ്ടാൽ ചിലപ്പോൾ 10 വാങ്ങാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം. അപ്പൊ നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് ആണ് മാത്സ്. പക്ഷെ മാത്സ് ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെ വീക്ക് ആവാൻ സമ്മതിക്കരുത്. അതിനെ ഡെയിലി പ്രാക്ടീസ് കൊണ്ട് നമുക്കത് സ്ട്രോങ് ആയി തന്നെ നിലനിർത്തണം. എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ടൊക്കെ നമ്മൾ മറന്നുപോകും. നമ്മൾ ചിലപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിലൊന്നും ആവില്ല. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ചെറുതായിട്ട് പഠിച്ചു പോകുമ്പോൾ ഒരു ടൈം ലിമിറ്റിന്റെ ഉള്ളിലൊന്നും ആവില്ല നമ്മൾ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊക്കെ ആയിരിക്കും. അതല്ല, ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ പതിയെ എത്തണം. അപ്പൊ ഒരു പെട്ടെന്ന് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നോ അതിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഒരിക്കലും നമ്മുടെ എന്താ പറയാ സ്ട്രോങ് സബ്ജക്റ്റിനെ വീക്ക് ആവാൻ നമ്മൾ തന്നെ സമ്മതിക്കരുത്. ഡെയിലി അതിനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ദെൻ വീക്ക് സബ്ജക്റ്റും സ്ട്രോങ് സബ്ജക്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? വീക്കിനെ നമ്മൾ സ്ട്രോങ് ആക്കാനുള്ള വഴികൾ കൊണ്ടുപോകണം. അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ്? 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ ആദ്യം പഠിക്കുക. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ചേ. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി എന്തൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയുള്ളത്. ദെൻ പാഠപുസ്തകങ്ങൾ നോക്കുക. പാഠപുസ്തകങ്ങൾ നോക്കുമ്പോൾ അവിടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ പാഠങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി സിലബസ് ഉണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ വരുന്നത് ആദ്യം പഠിച്ചു തീർക്കുക.
അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പാഠപുസ്തകം നല്ല രീതിയിൽ വായിക്കണം. എന്നിട്ട് ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കണം. എന്നിട്ട് പിന്നീട് റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷോർട്ട് നോട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഇംഗ്ലീഷും മലയാളവും വേണോ എന്നൊക്കെ ചോദിക്കും. ചെറിയ രീതിയിലൊക്കെ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഒക്കെ പാഠപുസ്തകങ്ങളിലുള്ള വൊക്കാബുലറി ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കണത് നല്ലതായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ വൊക്കാബുലറി ഡെയിലി ഇൻക്രീസ് ചെയ്യണം നമ്മള്, അല്ലെ? നമ്മളിപ്പോ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണ് എങ്കിൽ വൊക്കാബുലറി ഒക്കെ നല്ല രീതിയിൽ ചോദിക്കും. ഇപ്പൊ LDC ആണെങ്കിലും മെയിൻ എക്സാമിന് ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അപ്പോൾ ഡെയിലി ഒരു 10 വാക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് ഒരു 5 സിനോണിംസും 5 ആന്റണിംസും ഒരു ദിവസം പഠിക്കാം. അതുപോലെ തന്നെ പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു 5 എണ്ണം മലയാളം പഠിക്കാം. അങ്ങനെ പഠിച്ചു പോയാൽ മതി. അപ്പൊ കുറേ കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് വൊക്കാബുലറി കൂടും നമ്മുടെ. അതുപോലെ സ്പെൽ കറക്ഷനും അതുപോലെ എന്താണ് സമാന പദം കണ്ടെത്താൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മലയാളത്തിലൊക്കെ എല്ലാം ചോദിക്കുന്നുണ്ട്, അല്ലെ? പദശുദ്ധി, വാക്യശുദ്ധിയൊക്കെ. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് ആ ഭാഗത്തുകൂടെ കുറച്ചുകൂടെ മാർക്ക് നേടാനായിട്ട് പറ്റും. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം കൃത്യമായിട്ട് വായിക്കണം. അതുപോലെ തന്നെ ഡെയിലി ഇനി നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ആനുകാലികം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇവിടെ ആനുകാലികം എന്ത് ചെയ്യാം? നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് അന്നന്നത്തെ പത്രത്തിൽ നിന്ന് നോട്ട്സ് എഴുതി വെക്കാനായിട്ട് പറ്റും. ദെൻ മാത്സിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരാളാണ്, എനിക്കൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം മുതലേ പഠിച്ചു തുടങ്ങണം. ദെൻ സംഖ്യകൾ വരുമ്പോ പലതരത്തിലുണ്ട്, അല്ലെ? സംഖ്യകൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പഠിക്കാം. ദെൻ അവിടെ നിന്ന് നമ്മൾ പഠിക്കും ദശാംശ സംഖ്യകളെ കുറിച്ച് പഠിക്കും. ദെൻ ഭിന്നസംഖ്യകൾ, അത് കഴിഞ്ഞിട്ട് LCM HCF ഒക്കെ കാണാനായിട്ട് പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അല്ലെ? LCM HCFും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പല ചോദ്യങ്ങളും ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതിന്റെ ഹയർ ടൈപ്പുകളെല്ലാം നമ്മൾ അങ്ങനെ പഠിച്ചു പോകും. അങ്ങനെ ഒരു ഓർഡറിലാണ് മാത്സ് ഒട്ടും അറിയാത്ത ആൾക്കാരും പഠിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആള് ആദ്യം പോയി ടെൻസ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പഠിക്കാം, അല്ലെ? എ ആൻഡ് ദ, അതെങ്ങനെ വെക്കാം. ദെൻ ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെ? ദെൻ ഓക്സിലറി വെർബ്, ഇതൊക്കെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതാണ്. പ്രിപ്പോസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുക. ദെൻ ഇതൊക്കെ നമുക്ക് ഏകദേശം വെക്കാൻ പറ്റും. അതൊക്കെ എവിടെയൊക്കെയാണ് സാധനങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലായി തുടങ്ങിയെങ്കിൽ ദെൻ പയ്യെ ടെൻസിലേക്കൊക്കെ പോവാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ്. അല്ലാതെ ആദ്യമേ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പഠിക്കാനുള്ള ആ ഒരു കാരണം നമ്മുടെ വീക്ക് സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കുറവുണ്ടാവും പഠിക്കാനായിട്ട്. അപ്പൊ ഒരു ഓർഡറിൽ നമ്മൾ അതിനെയൊക്കെ ക്രമീകരിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഡെയിലി പഠിക്കേണ്ട, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കണം. ദെൻ പാഠപുസ്തകം നോക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സബ്ജക്റ്റുകൾ 4 എണ്ണവും ഡെയിലി നോക്കിക്കൊള്ളണം. പത്രം നോക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ആനുകാലികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാം, അല്ലെ? ദെൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. കാരണം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഇതെല്ലാം. അപ്പൊ മാത്സ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 9 മാർക്ക് നല്ല രീതിയിൽ വാങ്ങാൻ പറ്റണം. ഇംഗ്ലീഷ്, കാരണം ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ ആ സ്വഭാവം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇതെല്ലാം. അപ്പൊ ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതായത് ഈ 3 സബ്ജക്റ്റും കൂടി 30 മാർക്ക് ഉണ്ടെങ്കിൽ അതിലൊരു 25 മുതൽ 26 വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ GK നമുക്ക് കുറച്ച് ടഫ് ആയാലും കുഴപ്പമില്ല, ഇവിടെ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റണം. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ഏകദേശം ഒരേ സ്വഭാവം പുലർത്തുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരാനാണ് സാധ്യതയുള്ളത്.
അപ്പോൾ ഈ ഭാഗങ്ങൾ ഡെയിലി നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക. ദെൻ പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ റാങ്ക് ഫയലിലെ കൂടുതൽ ഭാഗങ്ങൾ, അതായത് പാഠപുസ്തകത്തിൽ ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മറ്റു മെറ്റീരിയൽസിൽ നിന്നും അത് സിലബസിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എങ്കിൽ അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഒപ്പം തന്നെ അധിക വായനയ്ക്ക് മറ്റു പുസ്തകങ്ങളൊക്കെ വേണമെങ്കിൽ അവയെയും കൂടെ റെഫർ ചെയ്യാം. ദെൻ അതാണ് ഞാൻ പറഞ്ഞത്, +1 +2ന്റെ ടെക്സ്റ്റ് ബുക്കുകൾ. അതായത് ആദ്യമേ +1 +2 ഒന്നും പഠിക്കണ്ട. ആദ്യം 5 മുതൽ 10 വരെ പഠിച്ച് അത് ഏകദേശം സെറ്റായി റാങ്ക് ഫയലിലെ കുറച്ച് അധിക വായനകളൊക്കെ കഴിഞ്ഞ് അതും കഴിഞ്ഞ് എന്നിട്ട് വേണം +1 +2 അധിക പുസ്തകങ്ങൾ അല്ലെങ്കിൽ പല വെബ്സൈറ്റുകൾ അതിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പൊ ഗ്രാജുവലി നിങ്ങൾ ഒരു ഓർഡർ ആക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അല്ലാതെ ആദ്യം തന്നെ റാങ്ക് ഫയൽ വാങ്ങി അതിൽ ആദ്യത്തെ പേജ് മുതൽ പഠിച്ചു തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ PSC നമുക്ക് കാര്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അതൊരിക്കലും അവസാനിക്കുന്ന കാര്യവുമല്ല. അപ്പൊ ഈ ഒരു ഫ്ലോ ആ ഒരു രീതിയിൽ നിങ്ങൾ കൊണ്ടുപോവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ സബ്ജക്റ്റിന്റെ നോളേജും അതുപോലെ ഇത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയും PSCയുടെ ട്രാക്കിലേക്ക് വീഴാന്ന് പറയില്ലേ, ആ ട്രാക്കിലേക്ക് നമുക്ക് കൃത്യമായിട്ട് വീഴാനായിട്ട് പറ്റും. ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഫോക്കസ് കൃത്യമായിട്ട് കിട്ടും. ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് പരീക്ഷയ്ക്ക് ഏത് ഭാഗമാണ് വരിക, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ചോദിക്കുന്ന ഭാഗം ഏതാണ്, അങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അടുത്ത പുസ്തകങ്ങളൊക്കെ അതായത് അടുത്ത പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹയർ ആയിട്ട്, ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാവുമ്പോൾ 5 മുതൽ 10 വരെ മാത്രം പഠിച്ചാൽ പോരാ അല്ലെ, +1 +2 പഠിക്കണം. അതിനോടൊപ്പം തന്നെ മറ്റു പുസ്തകങ്ങളും നമ്മൾ റെഫർ ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. ദെൻ പ്ലാൻ യുവർ സ്റ്റഡി ടൈം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഓർഡറിൽ പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ പ്ലാൻ യുവർ സ്റ്റഡി ടൈം, ഒരു ദിവസം 2 മണിക്കൂറൊന്നും പഠിച്ചാൽ പോരാ. കൃത്യമായിട്ട് 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ചെലവാക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, റിവിഷൻ വേണം അല്ലെ. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നമ്മൾ ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മറന്നുപോകും. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും പഠിക്കുമ്പോൾ മറന്നു പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു 6 മണിക്കൂർ മിനിമം ആണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ കിട്ടുന്നവര് അത്രയും നേരം റിവിഷനും അതുപോലെ ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ ഡിവൈഡ് ചെയ്ത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ദിവസവും നിങ്ങളുടെ വീക്കും സ്ട്രോങ്ങും അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോ സബ്ജക്റ്റിനും ടൈം ഓർഡർ ആക്കാനായിട്ട്. ഇംഗ്ലീഷ് എളുപ്പമുള്ളവരാണ് എങ്കിൽ ഒരു ദിവസം 1/2 മണിക്കൂർ കൊടുത്താൽ മതിയായിരിക്കും ഇംഗ്ലീഷിന്. പക്ഷെ മാത്സ് അപ്പൊ ഈസി അല്ല എങ്കിൽ, ടഫ് ആണ് എങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂർ കൊടുക്കേണ്ടതായിട്ട് വരും, കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പൊ അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. റിവിഷന് ഒരു ദിവസത്തില് കുറച്ച് സമയം, ഒരു 1.5 മണിക്കൂറെങ്കിലും മുൻകാലങ്ങളിൽ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാകും, മറന്നു പോകും നമ്മളെല്ലാവരും. അതുകൊണ്ട് പ്ലാൻ യുവർ സ്റ്റഡി ടൈം. സ്റ്റഡി ടൈം നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റണം. അതിനോടൊപ്പം കൊണ്ടുവേണ്ടതാണ് റിവിഷൻ ടൈം. റിവിഷന് സമയം കണ്ടെത്തണം. അല്ലാതെ കുറെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെ കൃത്യമായിട്ട് റിവിഷന് സമയം കണ്ടെത്തണം. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുറേയൊക്കെ അങ്ങോട്ട് പഠിച്ചെത്തി, അതായത് റാങ്ക് ഫയലൊക്കെ കുറച്ചൊക്കെ നോക്കി +1 +2 പാഠപുസ്തകങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ആയി ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് മോഡൽ എക്സാമുകൾ എഴുതി നോക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മൾ എന്തിന്റെ പ്രിലിംസിന്റെയും അല്ലെങ്കിൽ ഒരു 10th ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചെയ്തു നോക്കിയത് അല്ലെ. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ പിന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എഴുതി നോക്കുക. അത് കഴിഞ്ഞ് ഡിഗ്രി മെയിൻസിന്റെ ഒക്കെ +2 ലെവൽ പരീക്ഷകളുടെ അതിലിപ്പോ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും, അത് വിട്ടുകളയാം. അതില്ലാത്ത ഭാഗങ്ങളുണ്ടാവും, ആ ഭാഗങ്ങളെയൊക്കെ ചേർത്ത് പരീക്ഷകൾ എഴുതി നോക്കുക. അവിടെയാണ് നമുക്ക് കൂടുതൽ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതാണ്. അതൊരിക്കലും ഒരു പരീക്ഷ എഴുതുന്നത് 1.5 മണിക്കൂർ കണക്കാക്കി തന്നെ നമ്മൾ പരീക്ഷ എഴുതാം. അല്ലാതെ 4 ക്വസ്റ്റ്യൻ എഴുതി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ്
പിന്നെ റിലാക്സ് ചെയ്തൊക്കെ വന്ന് പിന്നെ വീണ്ടും 4 എഴുതി. അങ്ങനെയല്ല. എപ്പോഴാണോ നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൃത്യമായിട്ട് റിലാക്സ് ചെയ്ത് എഴുതാൻ കിട്ടുന്നത്, അപ്പം മാത്രം നിങ്ങൾ ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാം. അതും OMR തന്നെ. അപ്പൊ ഏകദേശം റിവിഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 60-70 ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, 70 ആ ഒരു ദിവസമൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ എന്തിലേക്ക് വരാം, ഇതുപോലെയുള്ള മോഡൽ എക്സാമുകൾ എഴുതി നോക്കാനായിട്ട് പറ്റും. മോഡൽ എക്സാമുകൾ എഴുതി നോക്കാം. അതായത് ഞാൻ പറഞ്ഞു, ആദ്യം പഠിച്ചത് നമ്മൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചുകൂടെ ഹയർ ലെവലിൽ വരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിവിഷൻ എക്സാമുകളായിട്ട് എഴുതി നോക്കാനായിട്ട് പറ്റും. അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതി കഴിഞ്ഞാൽ വെറുതെ നോക്കുകയല്ല ആൻസർ തെറ്റിപ്പോയി, അല്ല, അതെന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്, എവിടെയാണ് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ഏത് പുസ്തകത്തിൽ നിന്നാണ് അത് വന്നത്, അപ്പൊ അതിനെ കണക്ട് ചെയ്ത ഫാക്റ്റുകൾ എവിടെയൊക്കെയുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ ഓരോ സബ്ജക്റ്റും, ഇപ്പൊ ഹിസ്റ്ററി ആണ് എങ്കിൽ എനിക്ക് പറയാൻ പറ്റും 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കാര്യങ്ങൾ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ഒക്കെ ചോദിക്കും. അപ്പൊ അധിക വായനയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ശ്രീധരമേനോന്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? അങ്ങനെ അതേപോലെ തന്നെയാണ് എക്കണോമിക്സ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒക്കെ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഡിഗ്രി ലെവൽ മെയിൻ എക്സാമുകൾക്ക് തുടക്കം തന്നെ ലക്ഷ്മികാന്തിന്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം. ആ ലെവലിലേക്ക് എത്തിയിട്ട് വേണം പിന്നെ വലിയ ഹയർ ലെവലിൽ വരുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കാൻ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനത്തെയുള്ള ഹയർ ബുക്കുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ പഠിക്കണം, നമ്മൾ ആ ലെവല് വരെ പഠിക്കണം. പക്ഷെ ആദ്യത്തെ ഒരു ദിവസം കൊണ്ടതൊന്നും നമുക്കിത് പഠിക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ആ ബിഗിനേഴ്സിനൊന്നും അങ്ങനെ പറ്റില്ല. അപ്പൊ അവര് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് തുടങ്ങി പാറ്റേൺ മനസ്സിലാക്കി ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ചാൽ ഒരു 100 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആ ട്രാക്കിൽ വന്ന് വീഴും. എന്താണ് PSC, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യണം, ആ രീതിയിൽ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാനും ഏതൊക്കെ ഭാഗങ്ങളാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു മാത്സ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ശരാശരി പഠിച്ചിട്ടോ അല്ലെങ്കിൽ പലിശ പഠിച്ചിട്ടോ കാര്യമൊന്നുമില്ല, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്കൊരു ഓർഡർ തരാനൊക്കെ ആയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, ഹരിശ്രീ ബാച്ച് ആണ്. അതായത് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവര്, അതായത് ഒന്നും പഠിക്കാതെ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ടിത് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മെന്റർ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഉണ്ടാവുക. അപ്പൊ ആ ബാച്ചിലെ മെന്റർ നിങ്ങളോട് കൃത്യമായിട്ട് പറയും ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെ, മാത്സ് പഠിക്കാനായിട്ട് ആദ്യം തന്നെ പലിശയുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ എഴുതാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സംഖ്യകൾ മുതൽ തുടങ്ങും. അത് ഓരോ സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ നമ്മൾ പഠിപ്പിച്ച് നിങ്ങളെ ഒരു പരീക്ഷ എഴുതുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളെ സെറ്റ് ആക്കും. അപ്പൊ അതിനായിട്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ PSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴിയായിരിക്കും ലഭിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്